ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്തോ. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ ചിത്രമാണ് തേരെ ഇഷ്ക് മേൻ. ആനന്ദ് എൽ റായാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ധനുഷും കൃതി സനോനാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ആനന്ദ് എൽ റായും ധനുഷും ഒരുമിക്കുന്ന മൂന്നാമത്തെ ബോളിവുഡ് ചിത്രം കൂടിയാണ് തേരെ ഇഷ്ക് മേൻ. ആദ്യം രാഞ്ജന, പിന്നെ അത്രാങ്കരെ, ഇപ്പൊ തേരെ ഇഷ്ക് മേൻ. ആൻഡ് സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സാക്ഷാൽ എ.ആർ. റഹ്മാനാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് തുഷാർ കന്തിറായാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഹേമൽ കോദരിയാണ്. ആൻഡ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ഹിമാൻഷു ശർമ്മയാണ്. പുള്ളി തന്നെയാണ് 2013 റിലീസ് ചെയ്ത രാഞ്ജന സിനിമയുടെയും സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ആൻഡ് കൂടെ നീരജ് യാദവും ഈ സിനിമയിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡയറക്ടറായ ആനന്ദ് എൽ റായും കൂടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന ഹിമാൻഷു ശർമ്മയും തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു റീയൂണൈറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സിനിമയിൽ. ആൻഡ് തേരെ ഇഷ്ക് മേൻ എന്താണ്, തേരെ ഇഷ്ക് മേൻ എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ശങ്കർ, അതായത് ധനുഷ്, മുക്തി അതായത് കൃതി സനോൻ, മുക്തി കോളേജിൽ PhD പഠിക്കുന്നു. മുക്തിയുമായിട്ട് ധനുഷ് പ്രണയത്തിലാകുന്നു. ഒരു അവസ്ഥയിൽ മുക്തിക്ക് ശങ്കറിനെ വിട്ടുപോകേണ്ടി വരുന്നു. അങ്ങനെ ശങ്കർ എയർഫോഴ്സിലേക്ക് പോകുന്നു, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ചേരുന്നു. അത് കഴിഞ്ഞ് ഉടനെ ആ ഒരു സിറ്റുവേഷനിലും അവർക്ക് കാണാനിടയാകുന്നു. ആ എയർഫോഴ്സ് ആ ഒരു ഓഫീസിലും അവിടെ വെച്ച് കാണാൻ പറ്റുന്നു. അതിന് മുൻപന്തിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമ രാഞ്ജനയുടെ സ്പിൻ ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. രാഞ്ജനയെ ബന്ധിച്ചുള്ള ഒരു 3-4 സീൻസും അല്ലെങ്കിൽ ഒരു ചെറിയൊരു വലിയ സീനൊക്കെ സിനിമയിലുണ്ട്. ആ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ഇതിലെനിക്ക് ആകെ പോസിറ്റീവ് എന്ന് ഞാൻ പറയാൻ വിചാരിച്ചത് A.R. റഹ്മാൻ്റെ മ്യൂസിക്കാണ്. പക്ഷേ പാട്ട് സിനിമ ഇറങ്ങാൻ മുമ്പ് A.R. റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ വൻ മ്യൂസിക്കൊക്കെ ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വർക്കൗട്ടായി, ട്രെൻഡിങ്ങിലായിരുന്നു. പക്ഷേ സിനിമയിൽ എന്തോ എനിക്കതൊരു കണക്ഷൻ കിട്ടിയില്ല, എനിക്കൊരു ആ വൈബ് കിട്ടിയില്ല. ഈ മ്യൂസിക്കും തീരെ ഇല്ലായിരുന്നു. സാധാരണ A.R. റഹ്മാൻ്റെ മ്യൂസിക് കേൾക്കുമ്പം നമുക്ക് ആ ഒരു റൊമാൻറ്റിക് സീനൊക്കെ വരുമ്പോൾ ആ ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ആ ഒരു ഗൂസ് ബംസ്, ആ ഒരു ഫീൽ നമുക്ക് ചെയ്യും. ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ എന്താണെന്നറിയില്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബിറ്റ്വീൻ അതിനൊരു കാര്യം ഉണ്ടായിരിക്കാം, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നില്ല. ആക്ച്വലി പ്രണയം നടിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സിനിമ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉൾക്കൊള്ള മൊത്തം. ഇത് സിനിമ ഇതാണ്. അപ്പോൾ ധനുഷും കൃതി സനോന്റെ പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിലും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായിരുന്നു. പ്രെഡിക്റ്റബിൾ സ്റ്റോറി തന്നെയാണ്. ധനുഷ് ഇതിലൊരു സൈക്കോ ആണ്. പ്രേമത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു സൈക്കോ. പക്ഷെ കൃതി സനോന് ഒരു എയിമായിട്ടുള്ള ഒരു പെണ്ണാണ്. ഒരു ഡോക്ടറേറ്റ് ഒക്കെ വാങ്ങാൻ അങ്ങനെ ഒരു എയിമായിട്ടുള്ള പെണ്ണാണ്. അപ്പോൾ ഇവർ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇവർ കോളേജിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് വയലൻ്റ് ആയ ആൾക്കാരെ സമാധാനപ്പെടുത്തുക എന്നുള്ള ഒരു പ്രോജക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട്, കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുകയായിരുന്നു കൃതി സനോൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വയലൻ്റ് ആയ ഒരാളെ പാവപ്പെടുത്തി അങ്ങനെ പ്രിൻസിപ്പളുടെ നിന്ന് ഒപ്പൊക്കെ വാങ്ങിച്ച് അപ്രൂവൽ ആക്കണമല്ലോ പ്രൊജക്റ്റ്. അതിനുവേണ്ടി ധനുഷുമായിട്ട് കൂട്ടുകൂടി ധനുഷ് ഒന്ന് പാവമാക്കിയൊക്കെ നടിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പിന്നെ ധനുഷിനെ അവരുടെ കൂടെ ആവുമ്പോൾ കൃതി സനോന് കൂടെ വരുമ്പോൾ പ്രണയത്തിലാവുന്നു. അപ്പോൾ ഇതിൽ ഒരു തുള്ളി ശതമാനം പോലും കൃതി സനോന് പ്രണയം വരുന്നില്ല. ധനുഷിന് അറിയാമല്ലോ, സൈക്കോയാണ്. അങ്ങനെ ധനുഷ് പ്രണയിക്കുന്നു. അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മണിക്കൂർ ലവ് സ്റ്റോറിയാണ്. ഒരാവശ്യമില്ലാതെ വലിച്ച് നീട്ടി. ഞാൻ ഇരിക്കുമ്പം ഫസ്റ്റ് ഹാഫ് എപ്പോൾ ആവുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആവാൻ തന്നെ 1:45 എന്തോ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അത്രയ്ക്കും ഉണ്ടായിരുന്നു സിനിമ. അങ്ങ് വലിച്ചു നീട്ടുകയാണ് സിനിമ, ഒരാവശ്യമില്ലാതെ. ഒരു ഇമ്പാക്ട്ഫുൾ സീനില്ല. ആൻഡ് രണ്ടുപേരുടെ പെർഫോമൻസും ഒന്നുമില്ല. ധനുഷിന്റെ പെർഫോമൻസും ട്രെയിലറിലും കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു, പക്കായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എന്തോ സിനിമയിൽ കണ്ടപ്പോൾ അവരുടെ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കെമിസ്ട്രി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. ആൻഡ് കൃതി സനോന്റെ അഭിനയവും എനിക്ക് വലുതായിട്ടൊന്നും എഫക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല. സിനിമയിൽ ഞാൻ ആകെ പോസിറ്റീവായിട്ട് പറയണമെന്ന് ഇരുന്നതും A.R. റഹ്മാനുമായിരുന്നു. A.R. റഹ്മാന്റെ പാട്ട് സിനിമയിൽ വർക്കൗട്ടേ ആയിട്ടില്ല. ആ ഹമ്മിങ് പോലും ഒരു ഗൂസ് ബംസും അടിച്ചില്ല. ആകെ എനിക്ക് ആ തേരെ ഇഷ്ക് മേൻ എന്ന് ടൈറ്റിൽ കയറിയപ്പം അർജിത് സിംഗിന്റെ ഹമ്മിങ് വന്നപ്പോൾ കുറച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ സിനിമയിലുടനീളം പ്രകാശ് രാജും
ധനുഷും ഉള്ള കുറച്ച് സീൻസ് ഉണ്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. അവർ ഒരു അച്ഛൻ മകൻ ബോണ്ടുള്ള നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേദ് എന്നൊരു കൂട്ടുകാരൻ ധനുഷിനുണ്ട്, ആ ഒരു കുറച്ച് സീൻസുകൾ കോമഡി ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കൃതിയും ധനുഷും ഉള്ള സീൻസ് ഒന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടേ ഇല്ല. കാരണം എന്തിനോ വേണ്ടിയുള്ള ഒരു സീൻസാണ്. പിന്നെ അവർ പരമാവധി ഇതൊരു എന്താ ദിവ്യ പ്രണയം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു രീതിയിലും വർക്കൗട്ട് ആയില്ല. ഒരു കൂറപ്പടം, എന്ത് ലവ് സ്റ്റോറി, ഒരു ഗുണവും ഇല്ലാത്ത ഒരു ലവ് സ്റ്റോറി, അതായത് ഒരു ലോജിക്ക് ഇല്ലാത്ത ലവ് സ്റ്റോറിയാണ് ഞാൻ കണ്ടപ്പം. അത് പെട്ടെന്ന് ഒരാൾ 3 മാസത്തിൽ വന്ന് മരണപ്രേമാവുന്നു, അവളെ ഒന്നിനും വിടുന്നില്ല, ഒരു ടോക്സിസിറ്റി ആണെന്നും പറയാം. ക്ലൈമാക്സിലാണെങ്കിൽ കൊടും വിറ്റാണ് വരുന്നത്. ഇവൾക്ക് വേറെ ഇവള് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പോയിട്ട് ഇവളെ കെട്ടിച്ചേരണമെന്ന് പറയുന്നു. അച്ഛൻ UPSC എക്സാം എന്നൊരു എക്സാം പഠിച്ച് IAS ആയിട്ട് വാ എങ്കിൽ കെട്ടിച്ചേരാമെന്ന് പറയുന്നു. അങ്ങനെ 3 വർഷമായിട്ട് IAS പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവള് US മെഡിക്കൽ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് വേറൊരു ആളുമായിട്ട് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരികയാണ്. ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കല്യാണത്തിന് വീണ്ടും ധനുഷ് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ കുറെ ക്രിഞ്ചിയസ്റ്റ് സീനൊക്കെ ഉണ്ട്. ആൻഡ് ധനുഷിന് വളരെ എന്താ പറയുക പതറ്റിക് ആയിട്ട് വളരെ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധനുഷിനെ കരയിപ്പിച്ച് മണ്ണ് കവിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ സീനൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ എനിക്ക് ഏറ്റവും ചിരി വന്നതെന്ന കൃതി സനോന് ഗർഭിണിയാണ്, കൃതി സനോന് കൊച്ചുണ്ടാവാൻ പോയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൃതി സനോന് പറയുകയാണ് ധനുഷ് എൻ്റെ മോനെ നോക്കണമെന്ന്. പക്ഷെ ഇത് ധനുഷിൻ്റെ മകനല്ല, അതായത് കൃതി സനോൻ വയറ്റിലുള്ളത് ധനുഷിൻ്റെ മകനല്ല, കൃതി സനോൻ കല്യാണം കഴിച്ച പയ്യൻ്റെ മകനാണ്. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാതെ ഇവള് മരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിലുണ്ട്. അപ്പോൾ മരിക്കാൻ പോവുകയാണ്, ഒരു ബന്ധവും ഇല്ലാതെ നീ എൻ്റെ മകനെ നോക്കണമെന്ന്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് നീ വല്ലവൻ്റെ മകനെ, ഇതൊരു പാതി ഡ്യൂഡ് സിനിമ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഡ്യൂഡ് സിനിമയാണ്, അതായത് കാമുകിയുടെ ഈ ഡ്യൂഡിൽ എന്താണ് കണ്ടത്, തൻ്റെ കാമുകിക്ക് തൻ്റെ ഭാര്യയുടെ കുഞ്ഞ്, പക്ഷെ അച്ഛൻ അതല്ല, അച്ഛൻ വേറൊരാൾ. ഇതുപോലെയാണ് ഈ സിനിമയിൽ തൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായിരുന്നു, ഭാര്യയ്ക്ക് ഒരു കുഞ്ഞായിരുന്നു, പക്ഷെ ധനുഷിൻ്റെ അല്ല. പിന്നെ എന്തിനാണ് ധനുഷ് നോക്കേണ്ടത്? അത് അവൾ അടിച്ചേൽപ്പിക്കുകയാണ്, നീ നോക്കുന്നു, നീ നിന്റെ കയ്യിലിരുന്നാൽ നന്നാവുമെന്ന്. ധനുഷ് ഇതിന് സമ്മതം മൂളുന്നു. പിന്നെ സമയം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ കുറച്ച് ഡമ്മി റോളുകൾ ധനുഷ് അഗ്രസീവായിട്ട്, ഞാൻ പോയാൽ അവിടെ കാര്യങ്ങൾ നടക്കും സാർ, എന്നെ വിടണം സാർ. പിന്നെ ഒരു ആവശ്യമില്ലാതെ സിനിമ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇന്ത്യൻ എയർഫോഴ്സിനെ പടത്തിൽ കുത്തിക്കയറ്റുകയാണ് ചെയ്തത്. പിന്നെ ക്ലൈമാക്സിലെ ടിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ധനുഷും മരിക്കും, കൃതി സനോനും മരിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും മരിക്കണമെന്ന് തന്നെയാണ് സിനിമ ക്യാരക്ടർ വൈസ് ഞാൻ ആലോചിച്ചത്. കാരണം അമ്മാതിരി ഊള ലവ് സ്റ്റോറി, ഒരു ഫീലിങ്ങോ ഇമോഷൻസോ ഒന്നുമില്ല. എനിക്ക് പാടെ ഇഷ്ടപ്പെട്ടില്ല പടം. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പടം. ഏറാമൻ്റെ മ്യൂസിക് എങ്കിലും നന്നാവെന്ന് വിചാരിച്ചു. പടത്തിലാണ് ഏറാമാൻ മ്യൂസിക് കിട്ടില്ല. ഏറാമാൻ ഒരു ശീലമാണെന്ന് തോന്നുന്നത്. അതായത് ആൽബങ്ങളിൽ സൂപ്പറായിട്ട് പാട്ടും കൺസേർട്ടൊക്കെ ചെയ്തിട്ട് സിനിമയിൽ വരുമ്പോൾ ഒരു BGM കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എന്തൊരു പാടാ എന്താ ഗൈസ്.